ശബരിമലയിൽ സന്നിധാനത്ത് മനോഹരമായ പ്രഭാതം. ആ പ്രഭാതത്തിന് അഴകേകി മിഴിവേകി വിഷുദിനം കൂടി എത്തുന്നു. അതിൻ്റെ ഒരുക്കങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്. നമുക്ക് ഈ മണ്ഡലകാലത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഫ്ലൈ ഓവർ എങ്ങനെ തന്നെയാണോ അങ്ങനെയാണ് കാഴ്ചയുള്ളത്. ഏതായാലും ഇന്ന് പുലർച്ചെ 4 മണിയോടെ നട തുറന്ന ശേഷം ആദ്യം അയ്യപ്പൻ കണി കണ്ടു. അയ്യപ്പനെ കണി കാണിച്ചു. ശേഷമാണ് പിന്നീട് വന്ന അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ ഇത്തരത്തിൽ വിഷുക്കണി കാണുന്നത്. കാരണം ഇവിടെ എത്തുന്നവരും അവർ കാണാൻ എത്തുന്നയാളും ഒന്നാണ് എന്ന വലിയ ആശയമാണ് ഈ ക്ഷേത്രം പങ്കുവയ്ക്കുന്നത്. അവർ അല്പം പ്രയത്നമെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയതും ഒക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ പ്രയത്നത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ പ്രത്യാശ തുടങ്ങാൻ കഴിയുന്നു. അവർക്ക് അത് ഇവിടെ എത്തി തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിരവധി ഭക്തജനങ്ങളെ കാണാം. എല്ലാവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്കിൽ പറയാം, തിരുക്കോവിലൂർണ്ണ ബാംഗ്ലൂർ தமிழ்நாடு திருக்கோவிலூர். இன்னைக்கு விஷு ஸ்பெஷல் டேண்ணா. சூப்பராக இருக்குதுண்ணா, சூப்பர். இப்போ நான் பார்க்க போகிறேன். ரஷ் இருக்குதுண்ணா. இருக்குது. தமிழ்நாடு ஆமாம். ரஷ் தான் கொஞ்சம், ஆனால் நல்லா இருக்குது. ஆமாம். அதனால தான் வந்துடுவோம் எல்லாம் கிளம்பி ஃபுல்லாக. ஆமாம், வருஷம் வந்துடுவோம். അത് തന്നെയാണ്. വർഷം എല്ലാ വർഷവും വിഷുവിന് ഇവിടെ അവർ വരാറുണ്ട് എന്ന് പറയുന്നപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. മണ്ഡലകാലത്ത് വരുന്നത് പോലെ എത്രമാത്രം ഓർമ്മകൾ അവർക്ക് ബാക്കി കൊണ്ടുപോകാൻ കഴിയുമോ, വിഷുവിനും ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യാശയോടെ തുടങ്ങാൻ, അല്ലെങ്കിൽ മനോഹരമായി ഒരു വർഷം തുടങ്ങാൻ, അതിൻ്റെ ഓർമ്മകൾ സ്മരണകൾ ബാക്കി വെക്കാൻ തീരുമാനിച്ചെത്തുന്നവർ എന്നാൽ ഈ ദിവസം എത്തുന്നു എന്നുള്ളവർ അവരെ സംബന്ധിച്ച് കാഴ്ചയുടെ ഭംഗിയൂടിയുണ്ട്. അവർ ആഗ്രഹിച്ചെത്തിയ രൂപം കാണുന്നതിനോടൊപ്പം തന്നെ കണി കൂടി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒരു സംസ്കാരം അത് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് ശബരിമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് മണികണ്ഠന്മാരെയും മാളികപ്പുറങ്ങളെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിലത്തെ സ്ഥലത്താണ്. അതിന് ഈ കാഴ്ചയ്ക്ക് നിമിഷം മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്ത് എത്തുമ്പോഴാണ് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷുദിനമാകുമ്പോൾ ആ മുഖത്ത് അല്പം കൂടി തിളക്കമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള ഭാവവ്യത്യാസങ്ങൾ, ഭാവപ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ അവർ കാണാനെത്തിയത് ആരെയാണോ കാണാനെത്തിയവരും കാണാനെത്തുന്നവരും ഒക്കെ ഒന്നാണ് എന്നുള്ള കുളിരേകുന്ന കാഴ്ചയാണ് ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദ്യം അയ്യപ്പൻ കണി കണ്ടു, പിന്നീട് അങ്ങോട്ട് ഭക്തജനങ്ങൾ കണി കാണുകയാണ്. ഒരു വർഷം മുഴുവനും കാത്തു സൂക്ഷിക്കാനുള്ള നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു തുടക്കമാണ് ഇന്ന്. രാഹുൽ ജി നാഥാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്.